ഹായ്, പാർക്കുട്ടി മീഡിയയിലേക്ക് നമുക്ക് ഏവർക്കും സസ്നേഹ സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിങ്ങളേവരെയും ഞാൻ എൻ്റെ പാർക്കുട്ടി മീഡിയയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് യോഗ ചികിത്സയാണ്. യോഗ ചികിത്സയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റായി ആദ്യം ഞാൻ ചെയ്യുന്നത് പ്രമേഹ രോഗവുമായി ബന്ധപ്പെട്ടവർ വിഷമിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു രോഗ ചികിത്സയാണ് ഞാൻ ഇന്നിവിടെ നിങ്ങളുടെ മുന്നിലേക്ക് ചെയ്ത് വരുന്നത്. അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണ് ഇപ്പോൾ പറയുന്നത്. അതായത് നമ്മൾക്ക് എന്താണ് ഈ പ്രമേഹം? നമ്മുടെ ശരീരത്തിൽ ധാരാളം ഊർജ്ജം ആവശ്യമുണ്ട്. ഈ ഊർജ്ജത്തെ പ്രദാനം ചെയ്യുന്നത് അന്നജമാണ്. ഈ അന്നജത്തെ നമ്മളുടെ ശരീരത്തിൻ്റെ പ്രാണവായുവുമായി ചേർത്ത് ജാരണം ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കാതെ വരുന്ന ശരീരത്തിൻ്റെ ജൈവികമായിട്ടുള്ള ഒരു വൈകല്യമാണ് ഈ പ്രമേഹം എന്ന് പറയുന്നത്. എങ്ങനെയാണ് നമ്മളുടെ ശരീരത്തിൽ പ്രമേഹം ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ, നമ്മളുടെ പാൻക്രിയാസിന് നമ്മുടെ ശരീരത്തിലുള്ള അന്നജത്തെ വിഘടിപ്പിക്കാൻ ആവശ്യമായ ഇൻസുലിൻ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടാതെ പോകുന്നു. അപ്പോഴാണ് നമ്മുടെ ശരീരത്തിന് ഈ പ്രമേഹം ഉണ്ടാകുന്നത്. ഇതിന് നമ്മൾക്ക് ധാരാളം കാര്യങ്ങളായിട്ട് നമ്മൾ തന്നെ ശ്രദ്ധിച്ച് നമ്മുടെ കാര്യങ്ങൾ വളരെ കൃത്യനിഷ്ഠയോട് നമ്മൾ ചെയ്തിരുന്നാൽ ഇതൊക്കെ നമുക്ക് നിയന്ത്രിച്ച് കൊണ്ടുപോകാനായിട്ട് നമുക്ക് വളരെയേറെ പ്രയാസമില്ലാതെ ചെയ്യുവാൻ സാധിക്കുന്ന കുറേ കാര്യങ്ങൾ ഇതിനകത്ത് ഉണ്ട്. അതായത് ഇതിൻ്റെ ലക്ഷണം എന്താണെന്ന് വെച്ചാൽ, അമിതമായിട്ടുള്ള മൂത്രം പോക്ക്, അതിൽ ധാരാളം പഞ്ചസാരയുടെ അളവ് കണ്ടേക്കാം, ഇല്ലെങ്കിൽ ബ്ലഡിൽ പഞ്ചസാരയുടെ അളവ് കൂടുതലായി കണ്ടേക്കാം. നമുക്ക് അമിതമായിട്ടുള്ള ദാഹം നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു വരുന്നു. നമ്മുടെ വായ ചുണ്ടൊക്കെ ഉണങ്ങിപ്പോകുന്ന ഒരവസ്ഥ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്നു. അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് അമിതമായ ഭാരക്കുറവ് നമുക്ക് അനുഭവപ്പെടുന്നു. അതേപോലെ നമ്മുടെ കണ്ണിന് കാഴ്ചശക്തിക്ക് ഒരു മന്ദത അനുഭവപ്പെടുന്നത് പോലെ നമുക്ക് തോന്നുന്നു. നമ്മുടെ ശരീരത്തിലെ ഒരു ബ്ലഡ് രക്തസമ്മർദ്ദം കൂടുകയും നമുക്ക് ക്ഷീണം അനുഭവപ്പെടുകയും നമ്മുടെ ശരീരത്തിൽ ത്വക്ക് രോഗങ്ങൾ ധാരാളമായി കണ്ടുവരികയും ചെയ്യും. ഇതിലേതെങ്കിലും 2 ലക്ഷണം നമ്മുടെ ശരീരത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഇത് പ്രമേഹത്തിൻ്റെ ലക്ഷണമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് കൂടാതെ നമ്മുടെ ശരീരത്തിൽ നിന്ന് വിട്ടുമാറാനായിട്ട് വൈമനസ്യം കാണിക്കുന്ന കുറേ കുരുക്കൾ നമ്മുടെ ശരീരത്തിൽ പ്രത്യക്ഷപ്പെടുകയും നമ്മുടെ കാൽവിരലുകൾക്ക് രോഗലക്ഷണം വരികയും കാലിൻ്റെ വിരലുകൾക്കിടയിൽ വ്രണങ്ങൾ ഉണ്ടാകുകയും അവ ഉണങ്ങാൻ പ്രയാസപ്പെടുകയും ചെയ്യുന്ന കുറേ കാര്യങ്ങളാണ് ഈ പ്രമേഹത്തിൽ സംഭവിക്കുന്നത്. അപ്പോൾ ഇതിനെയൊക്കെ നമുക്ക് നമ്മളുടെ യോഗ ചികിത്സയിലൂടെ നമുക്ക് മാറ്റിയെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്ന രീതിയിലുള്ള കുറച്ച് ക്രമീകരണങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക്. ഇത് നിങ്ങൾ എല്ലാവരും ചെയ്യണം. പ്രമേഹ രോഗികൾ ചെയ്യണം. പ്രമേഹം വരും എന്ന് കുറേ ആൾക്കാർ വിശ്വസിക്കുന്നു, പാരമ്പര്യമായിട്ട്. അങ്ങനെയുള്ളവരൊക്കെ ഞാൻ ഈ പറയുന്ന ക്രമീകരണങ്ങൾ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്നും സംഭവിക്കില്ല. നമ്മുടെ പ്രമേഹമുള്ളവർക്ക് പ്രമേഹത്തെ നിയന്ത്രണത്തിൽ കൊണ്ടുവരുവാനും അതിന് ശമനം ഉണ്ടാക്കുവാനും നമ്മൾക്ക് സാധിക്കുമെന്ന് ഞാൻ ഉറപ്പു തരുന്നു. നമ്മളുടെ അന്നജവും കൊഴുപ്പും അടങ്ങിയ സമീകൃത ആഹാരം കുറവുള്ളവ കഴിക്കാൻ നമ്മൾ ശീലിക്കണം. അന്നജവും കൊഴുപ്പും കുറവുള്ള സമീകൃത ആഹാരം തിരഞ്ഞെടുത്തതിന് ഒരു ടൈം ടേബിൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. പിന്നെ നമ്മൾക്ക് ചെയ്യാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞാൽ, നമ്മളുടെ ശരീരത്തിലേക്ക് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ അളവ് കുറച്ചുകൊണ്ട് നമ്മൾ വ്യായാമം ചെയ്യുക. അമിതമായിട്ടുള്ള ആഹാര രീതി കുറച്ചുകൊണ്ട് നമ്മൾ നല്ല വ്യായാമം കൊടുത്തുകൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ തൂക്കത്തെ കുറച്ച് കൊണ്ടുവരിക. ഇപ്പോൾ അമിത തൂക്കമുള്ളവർക്കൊക്കെയാണ് ഈ പ്രമേഹം അധികമായും ഉണ്ടാകുന്ന അവരുടെ ശരീരത്തിൽ നിന്ന് തൂക്കത്തെ നമ്മളെ കുറച്ച് കൊണ്ടുവരിക. പിന്നെയുള്ള കാര്യം, നമുക്ക് മറ്റ് അസുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഈ നമ്മുടെ വ്യായാമങ്ങൾ നമ്മുടെ ശരീരത്തിന് നിരന്തരമായി ഡെയിലി കൊടുക്കുക. എല്ലാ ദിവസവും ഒരേ സമയത്ത് നമുക്ക് വ്യായാമം ചെയ്യാം, യാതൊരു ബുദ്ധിമുട്ടും ഇല്ല എങ്കിൽ. പിന്നെ നമ്മൾക്ക് ഈ സമീകൃത ആഹാരം തന്നെ, നമ്മളിൽ അന്നജം കുറഞ്ഞതും കൊഴുപ്പ് കുറഞ്ഞതുമായിട്ടുള്ള ഈ സമീകൃത ആഹാരമാണെങ്കിൽ ഒരേ ഇരിപ്പിലിരുന്ന് നമ്മൾ വലിച്ചു വാരി കഴിച്ചുകൊണ്ടിരിക്കരുത്. അത് കുറച്ച് നമ്മൾ ഇടവിട്ടതിന് ശേഷം മാത്രമേ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കാവൂ. എപ്പോഴും നമ്മുടെ വയറിന് ഒരു വശം ഒഴിഞ്ഞു കിടക്കണം, അതുപോലെ നമ്മൾ ഭക്ഷണം കഴിക്കാവൂ. പിന്നെ ഇരുന്ന് കൊണ്ട് വർക്ക് ചെയ്യുന്നവരിലാണ് ഏറ്റവും കൂടുതലായിട്ട് ഈ പ്രമേഹം കണ്ടുവരുന്നത്. കാരണം അവർ ഒരേ ഇരിപ്പിലിരുന്ന് വർക്ക് ചെയ്യുന്നു. അങ്ങനെ ഇരിക്കാതെ നമ്മൾ ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ എഴുന്നേറ്റ് പോവുകയും വീണ്ടും വന്നിരുന്ന് ജോലി ചെയ്യും, 1/4 മണിക്കൂർ കഴിഞ്ഞ് എഴുന്നേറ്റ് പോവുക, അല്ലെങ്കിൽ വെള്ളം കുടിക്കാൻ പോവുക, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമ്മൾക്ക് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൽ നിന്നൊക്കെ രക്ഷ പ്രാപിക്കുവാനായിട്ട് സാധിക്കും. ഇനി ഇതിൻ്റെ യോഗമുറകൾ കൊണ്ട് നമുക്ക് ധാരാളമായിട്ടുള്ള ഗുണങ്ങളുണ്ടാകും. എന്താണ് ഈ യോഗമുറകൾ കൊണ്ടുള്ള ഗുണങ്ങളെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മുടെ ബ്ലഡിൻ്റെ സഞ്ചാരത്തിന് വളരെയേറെ പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് അതിൻ്റെ സഞ്ചാരം വളരെ ലളിതമായ രീതിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നു. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഗ്രന്ഥികൾക്ക് പ്രവർത്തനക്ഷമത വളരെയേറെ പ്രയോജനകരമായി നടത്തിക്കൊണ്ടുപോകാൻ കഴിയുന്നു. മൂന്നാമത്, നമ്മുടെ ദഹനക്രിയയെ പ്രോത്സാഹിപ്പിക്കാൻ സഹായിക്കുന്നു. ഇതാണ് നമുക്ക് പ്രമേഹത്തിൻ്റെ അളവ് കൂടുവാനും ഇതൊക്കെ കുറയുമ്പോഴുണ്ടാകുന്ന സംഭവങ്ങളാണ് പ്രമേഹം നമ്മളെ വർദ്ധിപ്പിച്ചു കൊണ്ടുവരുന്നത്.
അപ്പോൾ ഇതിനെയൊക്കെ വളരെ നല്ല താളാത്മകമായ രീതിയിൽ തന്നെ കറക്റ്റായ രീതിയിൽ നന്നായ രീതിയിൽ ഒഴുക്കിക്കൊണ്ട് പോകുവാനായിട്ട് യോഗാസനത്തിൻ്റെ ഈ താഴെ പറയുന്ന ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന യോഗമുറകൾ കൊണ്ട് സാധിക്കും. അപ്പോൾ അമിതമായിട്ടുള്ള പ്രമേഹത്തെ നിരന്തര ഈ യോഗാഭ്യാസത്തിലൂടെ ക്രമീകരിച്ചുകൊണ്ട് അതിനെ മന്ദതയിലേക്ക് കൊണ്ടുപോകുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുവെന്ന് ഞാൻ ഉറപ്പുവരുന്നു. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് യോഗാസനത്തിലെ സൂര്യ നമസ്കാരം. ഇതിന് 12 ഘട്ടങ്ങളുണ്ട്, 12 ചുവടുകളുണ്ട്. ഇത് നമ്മൾ കുറേശ്ശെ പഠിക്കാൻ പറ്റുള്ളൂ. പക്ഷെ പഠിക്കുമ്പോൾ നമ്മുടെ ശ്വാസോച്ഛ്വാസം, നമ്മുടെ ഉച്ഛ്വാസവും നിശ്വാസവും വളരെ കറക്റ്റോട് കൂടി തന്നെ പഠിച്ചോളൂ. യോഗ ഏത് ചെയ്യുമ്പോഴും യോഗാസനത്തിൽ ഇമ്പോർട്ടൻ്റ് ഓഫ് ദ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ ശ്വസനാസനം. അതിനാണ് ഞാൻ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ആദ്യം തന്നെ ഞാൻ ശ്വസനാസനത്തിൻ്റെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ഭാഗം മാത്രമാണ് കാണിച്ചത്. അത് നമ്മൾ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ യോഗാസനം നമ്മൾക്ക് ഇമ്പോർട്ടൻ്റായി മാറും. നമ്മുടെ ശ്വസനാസനം വളരെ ഓക്സിജൻ്റെ അളവ് വളരെയധികം വർദ്ധിപ്പിച്ചെടുക്കുവാനായിട്ട് നമ്മളുടെ ശ്വാസകോശങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ടാണ് ആ യോഗാസനത്തിന് ഞാൻ ശ്വസനാസനം ഇട്ടത്. അപ്പോൾ നമ്മളുടെ ഈ യോഗമുറകളിൽ നമ്മൾ തരാൻ പോകുന്നത് സൂര്യ നമസ്കാരമാണ്. സൂര്യ നമസ്കാരം കൂടാതെ നമുക്ക് മത്സ്യാസനം, ശലഭാസനം, ഹലാസനം, ധനുരാസനം, നിരവധി കുറേ യോഗകൾ കൂടെ മത്സ്യാസനത്തിനുള്ള യോഗകളുണ്ട്. ഇതിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള യോഗ മുറകളാണ് നിങ്ങൾക്ക് ഞാൻ എൻ്റെ ഈ പാർക്കുട്ടി മീഡിയയിൽ ഞാൻ ഇട്ട് തരുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ശരീരത്തിന് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള യാത്ര നമ്മൾ ചെയ്താൽ മതി. അല്ലാതെ ഘനമുള്ള വട്ടിയുള്ള യോഗയൊന്നും വലിച്ച് നമ്മൾ ഓൾറെഡി ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളുടെ ശരീരത്തിന് താങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയ യോഗ ചെയ്തുകൊണ്ട് നമ്മുടെ ശരീരത്തിലെ പ്രമേഹത്തെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരുവാൻ നമ്മൾക്ക് സാധിക്കും. ഇനി ഈ പ്രമേഹം വരുമെന്ന് വിചാരിച്ചിരുന്നവർക്ക് ഒരിക്കലും പ്രമേഹം വരികയുമില്ല. നമ്മൾ മറ്റുള്ള ആൾക്കാർക്കും ഈ പാരമ്പര്യമായിട്ട് പ്രമേഹം വരുമെന്നും പറഞ്ഞ് ഭയപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട്. അവർക്കൊക്കെ എൻ്റെ ഈ മീഡിയ നിങ്ങൾക്ക് ഒത്തിരി പ്രയോജനപ്പെടും. കാരണം ഞാൻ ഈ പറഞ്ഞ യോഗ ചികിത്സ നിങ്ങൾ നന്നായി ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്നും നമുക്ക് സംഭവിക്കില്ല. ഇനി അല്ലാതെയുള്ളവർക്കൊരു പ്രമേഹം ധാരാളമായി വരികയും യോഗം നമ്മൾക്ക് പാരമ്പര്യത്തിൽ കൂടി മാത്രമല്ല ഈ പ്രമേഹം ഉണ്ടാകുന്നത്, നമ്മളുടെ ഭക്ഷണക്രമങ്ങളിലൂടെയും നമ്മുടെ ദൈനംദിന ജീവിതത്തിലുണ്ടാകുന്ന നമ്മൾ തയ്യാറാക്കി ഉണ്ടാക്കുന്ന നമ്മളുടെ ഭക്ഷണ ക്രമീകരണങ്ങളുടെ ഇല്ലായ്മകൾ, നമ്മൾ ചെയ്യുന്ന മറ്റ് കാര്യങ്ങളൊക്കെ കൊണ്ടാണ് നമ്മൾക്ക് പ്രമേഹം ഉണ്ടാകുന്നത്. അപ്പോൾ അതിനെ തടയുവാൻ എൻ്റെ ഈ മീഡിയ നിങ്ങൾക്കൊന്ന് ഒരുപാട് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ഈ മീഡിയയിലേക്ക് ഏവരെയും ഒരിക്കൽ കൂടി സസ്നേഹ സ്വാഗതം ആശംസിച്ചുകൊണ്ടും അടുത്ത ക്ലാസ് ഇതിൻ്റെ മെത്തേഡ് ഓഫ് ദ യോഗാസനത്തിൻ്റെ പ്രമേഹത്തെക്കുറിച്ചുള്ള കാര്യങ്ങളായിരിക്കും ഞാൻ പറയുന്നത്. അത് കഴിഞ്ഞുള്ള അതിന് ഡെമോൺസ്ട്രേഷൻ ഓഫ് ദ യോഗാസനത്തിൻ്റെ പ്രമേഹത്തിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ മീഡിയ എല്ലാവരും കാണുന്നവർക്കും കാണാത്തവർ വന്ന് എൻ്റെ ഈ മീഡിയ കാണണമെന്ന് ഞാൻ പറയുന്നു. ഒപ്പം നമ്മളെല്ലാവരും ഒന്നിച്ച് നിന്നുകൊണ്ട് നമ്മൾക്ക് ഈ പ്രമേഹം എന്ന് പറയുന്ന ഈ അസുഖത്തെ എന്നേക്കുമായി ശമനത്തിലേക്ക് കൊണ്ടുപോയി അതിനെ നോർമലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് യാതൊരു പ്രശ്നവുമില്ല. അങ്ങനെ കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പ് തന്നുകൊണ്ട് ഒരിക്കൽ കൂടി പാർക്കുട്ടി മീഡിയയിലേക്ക് നിങ്ങളേവരെയും സസ്നേഹ സ്വാഗതം ആശംസിച്ചുകൊണ്ട് എൻ്റെ ഈ മീഡിയ ഇവിടെ നിർത്തുന്ന എൻ്റെ ഈ ഇന്നത്തെ ക്ലാസ് ഇവിടെ സമ്മതിക്കുന്ന ഹായ്.